സന്ദീപ് ജി നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പെരുന്നാൾ ദിവസവുമായിട്ട് സന്ദീപ് ജിയോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അതിനകത്തൊരു കാരണം ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു, പണ്ട് സന്ദീപ് ജി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു പെരുന്നാൾ ദിനത്തിൻ്റെ ഓർമ്മകളോ മറ്റോ പ്രവാസിയായിരിക്കുമ്പോഴുള്ളത് ഒന്ന് കുറിച്ചായിരുന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞാനടക്കമുള്ളവർ അങ്ങയുടെ ആ കുറിപ്പിനെ ഇങ്ങനെ എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ട്, അതൊക്കെ വെറുതെ ഒരു പേരിന് വേണ്ടിയുള്ള കഥകളായി എന്നുള്ള രീതിയിലാണ് കമൻറ്റും റെസ്പോൺസും ഒക്കെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ സംഭവം എന്തായിരുന്നു എന്ന് ഒന്ന് പറയാമോ? അത് എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ മലയാളികളും, പ്രവാസികളായിട്ട് പോകുന്ന എല്ലാ മലയാളികൾക്കും ഉണ്ടാകുന്നത് പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലല്ല, പക്ഷെ അറിയാലോ, നമ്മൾ കേരളം വിട്ട് അവിടെ പോയി കഴിഞ്ഞാല് പിന്നെ അവിടെ പ്രവാസിയായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്കിടയിൽ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല. അവിടെ എല്ലാവരും നമ്മൾ മലയാളികളാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള നിലയ്ക്ക് പരസ്പരം സഹായിച്ചുകൊണ്ടും ഒരുമിച്ചുകൊണ്ടും ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ മലയാളികളും കുറച്ചു കാലമെങ്കിലും ഒക്കെ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പുറത്തെവിടെയെങ്കിലൊക്കെ പോയി ഒരുമിച്ച് താമസിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ വർഗീയതയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ പേരിൽ സംഘർഷങ്ങളൊക്കെ പരമാവധി ഒഴിവായി കിട്ടുന്നത്. അതുപോലെയുള്ള ഒരു സൗഹൃദങ്ങൾ രൂപപ്പെടുന്ന ഒരു സ്ഥലങ്ങൾ കൂടിയാണല്ലോ ഈ പ്രവാസികളുടെ റൂമുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലെ റിയാദിലാണ് വളരെ ചെറുപ്പത്തിൽ പോയത്. അപ്പൊ അന്നത്തെ കാലത്ത് ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ജോലിയല്ല, പിന്നീട് ആ ജോലി മാറേണ്ടി വന്നു. ഇടയ്ക്ക് ജോലി ഇല്ലാത്ത കാലം ഉണ്ടായി. അങ്ങനെ ജോലി ഇല്ലാതെ വലിയ പ്രയാസത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് എനിക്ക് വളരെയധികം സഹായമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് കൊല്ലത്ത് പരവൂര് നെല്ലേറ്റിലുള്ള ഒരു സാബു അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നോമ്പ് സമയത്ത് പൂർണ്ണമായിട്ട് 1 മാസത്തോളം എനിക്കന്ന് ജോലിയില്ല. അപ്പോ ഭക്ഷണം കഴിക്കാൻ വകുപ്പൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് പള്ളിയിൽ നിന്നുള്ള ഭക്ഷണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 മാസത്തോളം. പക്ഷെ ഈ അറിയാലോ, നോമ്പ് സമയത്ത് വാസ്തവത്തിൽ അവിടെ ഏറ്റവും പ്രയാസം ഇല്ലാത്ത കാര്യം ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. ഭക്ഷണം ഇഷ്ടം പോലെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടും. അപ്പൊ എനിക്ക് പള്ളിയിൽ നിന്ന് കൃത്യമായിട്ട് ഭക്ഷണം എത്തിച്ചു തന്നിരുന്നത് സാബുവാണ്. മാത്രല്ല ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഇപ്പൊ നല്ലൊരു തണുപ്പ് സമയത്ത് പുതയ്ക്കാൻ ബ്ലാങ്കറ്റ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബ്ലാങ്കറ്റ് ആണുള്ളത്. അപ്പൊ അതില് ഉള്ളിലിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാൻ വലിയ പ്രയാസമായിരുന്നു. തണുത്തിന് എനിക്ക് വല്ലാത്ത പ്രയാസമായി തണുപ്പ് കൂടിയപ്പോ. പിന്നെ രാത്രി മുഴുവൻ എന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിന്നെ ചൂടുണ്ടാക്കി എന്റെ എന്താ പറയാ, എന്നെ വല്ലാണ്ട് ഞാൻ എന്റെ പ്രയാസം കണ്ട സമയത്ത് അവൻ ശരീരത്തിന് ചൂടുണ്ടാവാൻ വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങള് അപ്പൊ അവിടുത്തെ പെരുന്നാൾ ആഘോഷിച്ചത്, സന്തോഷമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പെരുന്നാൾ ആഘോഷിച്ചത്, ഞാൻ അവന്റെ സന്തോഷത്തിൽ കൂടി ഇതൊക്കെ ഞാൻ അത് അന്ന് സമയത്ത് പങ്കുവച്ചതായിരുന്നു. അത് വളരെ ആത്മാർത്ഥമായിട്ട് എഴുതിയൊരു കുറിപ്പായിരുന്നു. അല്ല, അന്ന് ഈ ഇന്നത്തെ ചോദ്യത്തിൽ അത് പ്രസക്തി ഇല്ലെങ്കിലും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കളെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരോധമുള്ള ഒരു പാളയത്തിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ എന്താണ് ഒരു അവകാശം എന്നൊക്കെയാണെന്ന് ആളുകൾ ചോദിച്ചത്. അല്ല, അന്ന് നമ്മള് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ജീവിക്കുന്ന പരിസരവും അവിടെ രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയാണല്ലോ നമ്മളൊരു ഏതൊരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ എത്തപ്പെട്ടത് BJP രാഷ്ട്രീയത്തിന്റെ, സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പാതയിലായിരുന്നു. പക്ഷെ അവിടെ അതിൽ പ്രവർത്തിക്കുന്ന സമയത്തും മനസ്സിന്റെ ഉള്ളില് നമുക്ക് ഇത്തരം സൗഹൃദങ്ങളും ഇത്തരം ബന്ധങ്ങളും ഒക്കെ ഉള്ളത് പലപ്പോഴും ആ ഒരു രാഷ്ട്രീയത്തിന്റെ പല നിലപാടുകളും പറയുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്ത വേദനയും കുറ്റബോധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഞാനത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ചില BJPയുടെ നേതൃത്വം പറയുന്ന പല കടുത്ത നിലപാടുകളും എനിക്ക് ആവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരിക്കലും അതിലുള്ള വിരോധം ഞാൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. ഉണ്ട്. അപ്പോ അത്തരത്തിൽ ഞാൻ ജീവിക്കുന്ന പരിസരത്തും അതല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിലും ഒക്കെ എന്റെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ നിലയ്ക്ക് അതിൽ ഞാൻ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും കാണാറില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ അതിനുശേഷം താങ്കൾ ഇപ്പോൾ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ വന്നു. ഒരുപക്ഷെ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് ആളുകൾ നോക്കിയാൽ കമൻ്റായിട്ടൊക്കെ ഇടുന്നത് തങ്ങളുടെ ആളായിട്ടും കോയയുടെ ആളായിട്ടും ഒക്കെയാണ് സന്ദീപ് വാര്യരെ കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ ഇട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നിങ്ങളെ ഒരു കാലത്ത് ശത്രു പക്ഷത്തോ അല്ലെങ്കിൽ വിമർശനാത്മകമായോ നോക്കി കണ്ടവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു?
അല്ല, എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഞാൻ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും മറുപക്ഷത്ത് നിൽക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഞാൻ എന്റെ നിലപാട് തിരുത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ വളരെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനും അവരിൽ ഒരാളായിട്ട് ചേർത്ത് നിർത്താനും കാണിക്കുന്ന ഒരു ഒരു മനസ്സിന്റെ ഔന്നത്യമുണ്ട്. അത് എനിക്ക് വാസ്തവത്തിൽ എന്നെ വല്ലാതെ എന്റെ ഹൃദയത്തെ സ്പർശിച്ചതാണ്. പ്രത്യേകിച്ച് കുടപ്പനക്കൽ തറവാട്ടിൽ പോയ സമയത്ത് പാണക്കാട് കുടുംബത്തിൽ നിന്ന്, തങ്ങൾ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയ പിന്തുണ വാസ്തവത്തിൽ ആ സമയത്ത്, ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് വലിയതൊരു സഹായവും കരുത്തുമായിരുന്നു. അത് യാതൊരു സംശയവുമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത്തരം ഇപ്പൊ എന്നെ തങ്ങളുടെ ആളായിട്ടും അതല്ലെങ്കിൽ മുസ്ലിം പക്ഷപാതിയുമായിട്ടൊക്കെ അങ്ങനെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടില് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണ്ടേ? രണ്ട് പക്ഷങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരെ ഒരുമിച്ചിരുത്താൻ കഴിയുന്ന ആളുകളും, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ സാന്നിധ്യമല്ലേ ഒരുപക്ഷെ സമൂഹത്തില് സ്പർദ്ധകൾ ഇല്ലാതിരിക്കാനും സമൂഹത്തിൽ നന്മകൾ ഉണ്ടാവാനും സൗഹൃദങ്ങൾ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകൾ കൂടുതലായിട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞാനൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ പോലും ഒരു മുസ്ലിമിന് ഇയാൾ എന്റെ ആളാണ് എന്ന് തോന്നുന്ന ഒരാൾ ഒരു ഹിന്ദുവായിട്ട് ഉണ്ടാവുന്നത് സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും സ്പർദ്ധകളിൽ ലഘൂകരിക്കാൻ, സൗഹൃദങ്ങൾ ഉണ്ടാവാനൊക്കെ സഹായിക്കുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പോ മഹാത്മാഗാന്ധി ഒരു സനാതന ധർമ്മ വിശ്വാസിയായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഒരു മുസ്ലിമിനും അത് എന്റെ ഗാന്ധി അല്ല എന്ന് ഒരിക്കലും തോന്നില്ല, അല്ലെ? അല്ല, എന്റെ അദ്ദേഹം മഹാത്മാവല്ല എന്ന് ഒരിക്കലും തോന്നില്ല. അപ്പൊ അത് അങ്ങനെ ആവാൻ കഴിയണം. നമ്മളൊന്നും ഒരിക്കലും അങ്ങനെയല്ല. നമ്മളൊരിക്കലും നമ്മളെ സ്വയം മഹാത്മാഗാന്ധിയോട് ഇക്വേറ്റ് ചെയ്യല്ല. പക്ഷെ നമുക്ക് മാതൃകയാക്കാവുന്ന അത്തരം ജീവിതങ്ങൾ, അത്തരം മഹത് വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്രയും ഒരു ബഹുസ്വര സമൂഹമായിട്ടും വിവിധ ഭാഷകളും വിവിധ ജാതികളും വിവിധ മതങ്ങളും വിവിധ വസ്ത്രങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമായിട്ടും നമ്മുടെ രാജ്യം ഇന്നും പിളരാതെ ഒറ്റക്കെട്ടോടെ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുവശത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടവർ പോലും ഭിന്നിച്ചു പോകുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര സമൂഹം മുന്നോട്ട് പോകുന്നത്, ഇതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഈ കനിമൊഴി പറഞ്ഞതുപോലെ നാനാത്വത്തിൽ ഏകത്വമാണ്. അപ്പോ ആ ഏകത്വത്തിലേക്ക് നമ്മൾ എത്തുന്നത് ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഞാനിപ്പോ ആ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ മനസ്സിനുള്ളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പരസ്യമായി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, പരസ്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണ്. അതിന് എന്ത് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ഒരുപക്ഷെ ഭൗതികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട പഴയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നേ ഇല്ല. മറിച്ച് ഇപ്പോ സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അതിനാണ് ഞാൻ ഏറെ വില കൽപ്പിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പം ഞാനിത് സംസാരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലും ബാക്കിയുള്ളിടത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയുണ്ട്. താങ്കളുടെ അമ്മയുടേതായ കുറച്ച് സ്ഥലം താങ്കൾ നേരത്തെ RSSന് കൊടുത്തിരുന്നു. ആ സ്ഥലം ഇപ്പോൾ താങ്കൾ ഇവിടെ നിന്ന് തിരികെ വാങ്ങി അത് എന്താ പറയുന്നത്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റോ മറ്റോ ആയി രൂപപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്നുണ്ടായിരുന്ന അന്നത്തെ ഒരു ശരിയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ നൽകിയ ഒരു സംഗതി ഇപ്പം തിരിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു 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 അതിനകത്തൊരു അപക്വതയുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞാൻ ആ സംഘപരിവാറിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അതിന്റെ ഒരു ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെ പോയൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് എന്റെ വിഷമം കണ്ട് അമ്മ സ്വമേധയാ വീട്ടുവളപ്പിൽ നിന്ന് സ്ഥലം എടുത്തോളാൻ പറയുകയാണ് ചെയ്തത്. ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പക്ഷെ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അമ്മ രോഗാതുരയായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ അവരോട് പലതവണ ആവശ്യപ്പെട്ടതായിരുന്നു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അമ്മ മരണപ്പെട്ടു. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ പുതിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുന്നത്. പക്ഷെ അങ്ങനെ മാറിയ സമയത്തും അമ്മ മരിക്കുന്നതിന് മുമ്പ് നൽകിയ വാക്കായതുകൊണ്ട് എനിക്ക് അത് ലംഘിക്കുന്നതിൽ ഒരു ധാർമ്മിക പ്രശ്നം ഉയർന്നു. കാരണം അമ്മ മരിക്കുന്നതിന് മുമ്പ് നൽകിയ വാക്ക് ഞാൻ എങ്ങനെയാണ് തിരുത്തുന്നത്? അത് തിരുത്താൻ എനിക്ക് അവകാശമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ മാധ്യമങ്ങൾ വിവാദമാക്കിയപ്പോൾ ഞാൻ പറഞ്ഞത്,
അവരെ ഒരു വർഷത്തിനകം അവർ വരികയാണെങ്കിൽ ഞാനത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. കാരണം അമ്മ പറഞ്ഞ വാക്ക് എന്തായാലും മകൻ എന്നുള്ള നിലയ്ക്ക് പാലിക്കാൻ എനിക്ക് ബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരുടെ പക്ഷത്തുനിന്ന് അത് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ സ്ഥലം അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ആ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ട സ്ഥലമാണെങ്കിൽ പോലും അമ്മ അത് ഒരു പൊതുകാര്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായ സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലം പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നതില് എനിക്ക് താല്പര്യക്കുറവുണ്ട്. അപ്പൊ ഞാൻ അതൊരു പൊതു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് എന്റെ അമ്മ അവസാന കാലത്തൊക്കെ എന്താ പറയാ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ കെയർ ഒക്കെ വാങ്ങിയിട്ടാണ് അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എനിക്കൊന്നും ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനമാണ് അമ്മയ്ക്ക് അവസാന സമയത്തൊക്കെ അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. അപ്പം എന്റെ അമ്മയെ പോലെ ഒരുപാട് കിടപ്പ് രോഗികളുള്ള ഒരു നാടാണ് ഞങ്ങളുടേത്. അപ്പോ തീർച്ചയായിട്ടും അത്തരത്തിലൊരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ ഞാനത് ഉമ്മൻചാണ്ടി ട്രസ്റ്റിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവരത് ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചു. അപ്പൊ ആ സ്ഥലം അവർക്ക് കൊടുക്കാൻ അവിടെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാനുള്ള സഹായങ്ങൾ ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്നവരെയെല്ലാം പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു അതിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ഈ വാർത്തകളും പെരുന്നാളും ഒക്കെ കണ്ടപ്പോൾ അങ്ങേ ഒന്ന് വിളിച്ച് അപ്പോ അങ്ങേക്ക് എന്റെ ഒരു പെരുന്നാൾ ആശംസകൾ നേരുന്നു. എനിക്ക് മാത്രം പോരാ, അങ്ങയുടെ മാധ്യമത്തിലൂടെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ ഹൃദ്യമായിട്ടുള്ള പെരുന്നാൾ ആശംസകൾ, അവർക്ക് അവരുടെ കുടുംബത്തിനും പെരുന്നാൾ ആശംസകൾ നേരുന്നു. അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.